താമരശ്ശേരി ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റുകളിലേക്കാണ്. ഷഹബാസിനെ മർദ്ദിച്ച് കൊന്നതിന് പിന്നിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. കൂടുതൽ CCTV ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും ഒക്കെ ശേഖരിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ പി വി അൻവർ ഇന്ന് ഷഹബാസിന്റെ വീടും സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ ചേരുന്നത് രമ്യ ദാസാണ്. രമ്യ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ ഈ ഷഹബാസ് കൊലക്കേസിൽ നേരിട്ട് പങ്കെടുത്ത 5 വിദ്യാർത്ഥികളും ഇപ്പോൾ ജുവനൈൽ കസ്റ്റഡിയിലാണ്. പക്ഷേ ഈ വിഷയത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും ഗൂഢാലോചനയിൽ പല കുട്ടികൾക്കും പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട്. പോലീസ് നീക്കം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ എങ്ങനെയാണ്? ഒപ്പം തന്നെ ഈ ഒരു പ്രതിയുടെ അച്ഛന് ഈ കൊലപാതകവുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ മുതിർന്നവർക്കാർക്കും ഈ ഒരു കൃത്യത്തിൽ പങ്കില്ല. ഈ ഒരു കണ്ടെത്തലിലേക്ക്, ഈ ഒരു വിലയിരുത്തലിലേക്കല്ലേ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് സേതു. ഈ താമരശ്ശേരിയിലെ ഷഹബാസ് കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് തന്നെയാണ് നമ്മുടെ അപ്ഡേഷൻ വരുന്നത്. അതായത് ഇന്ന് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കൺവീനർ PV അൻവർ അവിടെ സന്ദർശിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസും അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് പോലീസ് പരിശോധിച്ചു വരുന്നത്. അതായത് ഈ കൊലപാതകം നടന്ന, അതായത് ഈ കുട്ടി മരിച്ച അന്ന് തന്നെ ഈ പിതാവ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു. അതായത് ഇതിൽ കൂടുതൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മുതിർന്നവർക്കും ഈ കേസിൽ പങ്കുണ്ടെന്ന തരത്തിലെല്ലാം ഈ പിതാവ് ആരോപിച്ചിരുന്നു. ഇത് വ്യക്തമാകാൻ സാധൂകരിക്കുന്ന തെളിവുകളും നമ്മൾ ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു. അതായത് TP കേസിലെ പ്രധാന പ്രതിയോടൊപ്പമുള്ള ഈ പിതാവിൻ്റെ, അതായത് ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള കുട്ടിയുടെ പിതാവ് ഉൾപ്പെടെ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നമ്മളും പുറത്തുവിട്ടിരുന്നു. ഈ കാര്യത്തിലെല്ലാം പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ആൾക്കൂട്ട മർദ്ദനവുമായി ബന്ധപ്പെട്ട്, അതായത് കുട്ടികൾ ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ 5 കുട്ടികളുടെയും വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇതിൽ നിന്നും പോലീസ് നഞ്ചക്ക് ഉൾപ്പെടെയുള്ള പ്രതിയുടെ വീട്ടിൽ നിന്ന്, പ്രധാന പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയെല്ലാം പരിശോധിച്ചു വരികയാണ്. അപ്പോൾ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ് പോലീസ് ഇതിൽ പരിശോധിക്കുന്നത്. അതായത് കൂടുതൽ കുട്ടികൾ ഇതിൽ ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പോലീസ് പരിശോധിച്ച് വരികയാണ്. അതായത് ഈ CCTV ദൃശ്യങ്ങളെല്ലാം, ഈ കുട്ടിയെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങളിലെല്ലാം ഒന്നിലധികം കുട്ടികളുണ്ട്. അപ്പോൾ നിലവിൽ ഈ 5 പേരല്ല, അതിലുൾപ്പെടെ ബാക്കി കുട്ടികൾ ഉണ്ടാവാം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഈ കേസന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ കുട്ടികളുടെ 5 പ്രതികളുടെയും വീടുകൾ പരിശോധന നടത്തിയെന്ന ഡിജിറ്റൽ തെളിവ്, അതായത് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവയെല്ലാം പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇവയെല്ലാം പോലീസ് പരിശോധിക്കും. ഇതിൽ നിന്നെല്ലാം തന്നെയാണ്, അതുപോലെ തന്നെ ഈ വാട്സപ്പ് ചാറ്റുകൾ, അതായത് Instagram അക്കൗണ്ട് വഴിയെല്ലാം ഇത്തരത്തിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വോയിസ് സന്ദേശങ്ങളെല്ലാം നടന്നിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും പോലീസ് പരിശോധിക്കുകയാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അതല്ലെങ്കിൽ മുതിർന്നവർക്ക് ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന തരത്തിലുള്ള എല്ലാ അന്വേഷണവും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ഒരു കേസന്വേഷണവും അതുപോലെ തന്നെ യുവജന സംഘങ്ങളുടെ പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്നതിനിടെയാണ് ഇന്നലെ ഈ കുട്ടികൾ SLC പരീക്ഷ എഴുതിയത്. എല്ലാ MSF, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ യുവജന സംഘടനകളും കടുത്ത പ്രതിഷേധത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ഈ കുട്ടികളെല്ലാം ഉള്ളത് വെള്ളിമാട് കുന്നിലെ, അതായത് കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലാണ്. 14 ദിവസത്തേക്കാണ് ഇവിടെ ഈ കുട്ടികളെ താമസിപ്പിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ തന്നെ ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യവും സർക്കാർ ഒരുക്കുന്നുണ്ട്. ഈ കേസും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ രമ്യ, ഈ നമ്മൾ ഈ പറയുന്ന പോലെ ക്രൂരതകളൊക്കെ നടത്തുന്ന സമയത്തും പലപ്പോഴും ഈ നമ്മൾ പറയും ചില സാഹചര്യങ്ങളാണ് ഓരോ മനുഷ്യനെ ക്രൂരനാക്കുന്നത്. ഓരോ ക്രൂരകൃത്യങ്ങൾക്കും ഓരോ സാഹചര്യമുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഒരു തരത്തിലും ഒരു ന്യായീകരണം പോലും ഇല്ലാത്ത ഒരു ക്രൂരതയായിപ്പോയി നടന്നത്. കണ്ണില്ലാത്ത ക്രൂരത എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, പറഞ്ഞ് പഴകിയ പദപ്രയോഗമാണെങ്കിൽ പോലും നടന്നത് ഒരു തരത്തിലും ന്യായീകരണമില്ലാത്ത, കണ്ണില്ലാത്ത ക്രൂരതയാണ് ഷഹബാസിന്റെ സംഭവത്തിൽ നടന്നത്. പോലീസ് അന്വേഷണം നടക്കട്ടെ. ആർക്കെങ്കിലുമൊക്കെ ഇതിൽ പങ്കുണ്ടെങ്കിൽ അവരും കുറ്റക്കാരുമൊക്കെ വെളിയിൽ വരട്ടെ.